കണ്ണൂർ നഗരത്തിലെ ലോഡ്ജിൽ നിന്നും എക്സൈസ് വൻ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുകയാണ്. 12 കിലോ കഞ്ചാവാണ് ഈ ലോഡ്ജിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. 3 പേരെ ഇതര സംസ്ഥാന തൊഴിലാളികളായ 3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ ഇപ്പോൾ എക്സൈസ് ഈ കഞ്ചാവ് പിടികൂടിയതിനു ശേഷം ഇപ്പോൾ എക്സൈസ് ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. രാപ്പകൽ നീണ്ട അന്വേഷണം. കഞ്ചാവ് കടത്ത് സംഘത്തെ കണ്ണൂർ നഗരത്തിലെ ലോഡ്ജിൽ എക്സൈസ് പൂട്ടിയത് അതിസാഹസികമായാണ്. 12 കിലോ കഞ്ചാവാണ് പ്രതികളിൽ നിന്ന് പിടികൂടിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷാജി. അന്യസംസ്ഥാനക്കാരാണ്. അവർ ആ വിവരത്തിൻ്റെ പുറത്താണ് ഇവിടെ വന്ന് കഞ്ചാവ് സഹിതം 3 പ്രതികളെ പിടിച്ചിട്ടുള്ളത്. 3 പ്രതികളിൽ 1-ാം പ്രതി ഇത് കൊണ്ടുവന്നത് സർവേഷ് കുമാർ ഡൽഹി സ്വദേശിയാണ്. അതുപോലെ തന്നെ 2-ാം പ്രതി രാജ്കുമാർ തിവാരി ബീഹാർ സ്വദേശിയാണ്. 3-ാം പ്രതി സുശീൽ കുമാർ UP സ്വദേശിയാണ്. 2-ാം പ്രതി രാജ്കുമാർ തിവാരിക്കും സുശീൽ കുമാറിനും നേരത്തെ എക്സൈസിൻ്റെയും പോലീസിൻ്റെ ഒക്കെ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എക്സൈസ് കേസിൽ ഉൾപ്പെട്ടിട്ട് ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന ആളുകളാണ്. ഇവരുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഭുവനേശ്വർ നിന്നാണ് ഇത് വാങ്ങിച്ചതെന്നാണ് പറയുന്നത്. ഉദ്ദേശം 1 ലക്ഷത്തിന് മേലെ വില വരുന്ന കഞ്ചാവ് വാങ്ങിച്ച് ഇവിടെ ആഭ്യന്തര വിപണിയിൽ 4 ലക്ഷത്തോളം രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നതാണ്. പക്ഷെ ഇവർ നേരിട്ട് വിൽപ്പന നടത്തുന്നില്ല. ഇവിടെ സാധനം കൊണ്ടുവന്ന് കൊടുത്ത് അപ്പോൾ വിതരണം ചെയ്ത് അന്ന് തന്നെ ട്രെയിനിന് തിരിച്ചു പോകുന്ന രീതിയിലൊരു സിസ്റ്റമാണ് ഇവിടെ. പ്രത്യേകിച്ച് മറ്റ് ജോലികളൊന്നും ഈ 3 ആളുകളും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ ഈ കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ഒരു സ്ഥിരമായ ഒരു ശൈലി. പരിശോധനകൾ പല രീതിയിലും വെട്ടിച്ചിട്ടാണ് ഇവർ. ഇപ്പോൾ ചിലപ്പോൾ ഇവർ ഡ്രോപ്പിംഗ് നടത്തും. ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സ്ലോ ആവുന്ന സമയത്ത് ഏതെങ്കിലും കുറ്റിക്കാട്ടിലേക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പിന്നീട് അത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയാണ്. കാരണം നല്ല ശക്തമായ ചെക്കിങ് നടക്കുന്ന ഒരു കാലയളവാണിത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് എക്സൈസും ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് പോലീസും പിന്നെ അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഒക്കെ ആയി ചേർന്ന് ഞങ്ങൾ സംയുക്ത റെയ്ഡുകളൊക്കെ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ സ്റ്റേഷനും റോഡുകളൊക്കെ വളരെ ടൈറ്റാണ്. അപ്പോൾ ആ രീതി എങ്ങനെയെങ്കിലും അതിനെ മറികടന്നുകൊണ്ടാണ് ഇവർ ഈ സാധനം ഈ റൂമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ രഹസ്യവിവരമനുസരിച്ച് വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് 3 ആളുകൾ ഈ റൂമിനകത്ത് വെച്ചിട്ട് പിടികൂടിയിട്ടുള്ളത്. ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് മൊത്തമായി വാങ്ങി കണ്ണൂരിൽ എത്തിക്കുന്നതാണ് പ്രതികളുടെ രീതി. 1 ലക്ഷത്തിന് വാങ്ങുന്ന കഞ്ചാവ് ഇവിടെ 4-5 ലക്ഷത്തിനാണ് വിൽപ്പന നടത്തുന്നത്. UP സ്വദേശികളായ സർവേഷ് കുമാർ, സുശീൽ കുമാർ ഗിരി, ബീഹാർ സ്വദേശി രാജ്കുമാർ തിവാരി എന്നിവരെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷാജിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. എക്സൈസ് കമ്മീഷൻ സ്ക്വാഡ് അംഗങ്ങളായ PV ഗണേഷ് ബാബു, PP സുഹൈൽ എന്നിവർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. ഓപ്പറേഷൻ തണ്ടറിന്റെയും ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെയും ഭാഗമായാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് വ്യാപക പരിശോധന നടത്തിയത്. പ്രതികൾ വൻതോതിൽ കഞ്ചാവുമായി കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ് എക്സൈസിന് ആദ്യം ലഭിച്ചത്. ഇതിൽ 2 പേർ നേരത്തെ കഞ്ചാവ് കടത്ത് കേസിൽ പ്രതികളായിരുന്നു. പ്രതികളെ പിടികൂടുന്നതിൽ ATSന്റെ സഹായവും നിർണായകമായി. എക്സൈസ് ഇൻസ്പെക്ടർ S സിയാദ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ RP അബ്ദുൽ നാസർ, C അജിത്ത്, പ്രിവന്റീവ് ഓഫീസർ PP സുഹൈൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PV ഗണേഷ് ബാബു, MV സുജേഷ്, M സുബിൻ, C ജിജീഷ്, സൈബർ വിങ്ങിലെ K സുഹീഷ്, T സനലേഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കണ്ണൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ലഹരി മാഫിയ സംഘം തമ്പടിക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതികളെ പിടികൂടിയ ലോഡ്ജിന് സമീപത്തും പലപ്പോഴായി ലഹരി സംഘങ്ങളെ കാണാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. മദ്യം, ഇത് കഞ്ചാവ്, മറ്റു മയക്കുമരുന്നുകൾ ചില ആളുകൾ പറഞ്ഞ് നമ്മളിങ്ങോട്ട് ഭീഷണിപ്പെടുത്തും. രാത്രി ചില ആളുകൾ അവിടെ ഉള്ളവർ പറഞ്ഞാൽ അവരെ നിങ്ങളാരെ ചോദിക്കാൻ ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുക. ഒരു പല പ്രാവശ്യം കണ്ടു പല സ്ഥലത്തും ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നത്. ഇവർ കൊടുത്തിട്ട് ഇവിടുന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. അവരെയും കൂടി പിടികൂടണം. നല്ല പരിപാടിയാണ്. നമ്മൾക്ക് നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ. അത് അനാശാസ പ്രവർത്തനം അടക്കം എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. കച്ചവടം ചെറുപ്പക്കാരിൽ നിന്ന് അടിമയാകുന്നുണ്ട്. സിഗരറ്റ് വാങ്ങിച്ചിട്ട് അതിൽ ഞാൻ ഓഫീസിൽ നിന്ന് പല പ്രാവശ്യം കണ്ടായിരുന്നു. ഞാൻ താഴെ നോക്കും, സ്മെല്ലടിക്കുമ്പോൾ വന്ന് നോക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്രാവശ്യം വിദ്യാർത്ഥിയാണെന്നേ. അവനോട് ഞാൻ കുറേ പറഞ്ഞു, ഇങ്ങോട്ട് തണ്ടായിട്ട് കയറിയാ ഇറക്കി വിട്ടു. ഇത് എന്തായാലും ഈ ലഹരി മാഫിയ സംഘത്തിൻ്റെ വേരറുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യം. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. എക്സൈസിൻ്റെ ഇന്നലെ പുലർച്ചെ മുതൽ ഉറക്കം ഒഴിഞ്ഞുകൊണ്ടാണ് അവർ ഈ കഞ്ചാവ് വേട്ട നടത്തിയിട്ടുള്ളത്. 12 കിലോ കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി ഇവിടെ കൊണ്ടുവരുന്ന ആ കഞ്ചാവ് ഇവിടെ 5 ലക്ഷത്തോളം രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നു. അത് വാങ്ങാനും മറ്റും നിരവധി ഏജന്റുമാരുണ്ട്. അവരിലേക്കും അന്വേഷണം പോകും
പോകും എന്ന് തന്നെയാണ് എക്സൈസിൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർ ഷാജി ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും എക്സൈസിൻ്റെ ആ ഉറക്കം ഒഴിഞ്ഞുള്ള ആ പ്രവർത്തനത്തിന് ഫലമുണ്ടായിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് മൊത്ത വിതരണ റാക്കറ്റിനെ തന്നെ പിടികൂടാൻ എക്സൈസിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.